നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2025 മാർച്ച് മാസം 29 വരാൻ പോകുന്ന മഹാശനി മാറ്റവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഇവിടെ പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ശനി കുംഭൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏഴരശനി ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും നക്ഷത്രക്കാർക്ക് അതിൽ നിന്ന് പൂർണ്ണമായും മോചനം ലഭിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ നക്ഷത്രക്കാർക്ക് ആ കണ്ടകശനിയിൽ നിന്ന് മോചനം ലഭിക്കുന്ന കാലവുമാണ്. എല്ലാ കാര്യങ്ങളും ശുഭമാകും എന്ന് ധരിക്കേണ്ട, എങ്കിലും ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ ശനിയുടെ ദോഷാവസ്ഥ മാറുകയും അനുഭവങ്ങളിൽ ഗുണം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരനുഭവമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതായത് ഏഴരശനി ദോഷം ആർക്കൊക്കെയാണ് മാറുന്നത്, കണ്ടകശനി ദോഷം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് മാറാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ ശനി നമ്മുടെ ജീവിതത്തിലെ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് പേടിയാണ് ശനി എന്ന് പറയുമ്പോൾ തന്നെ. ഭൂമിയെ ചുറ്റി നമ്മളൊരു രാശി ചക്രം സങ്കല്പിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലമായിട്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള നക്ഷത്രക്കൂട്ടങ്ങൾ അടങ്ങിയ ഒരു വൃത്തത്തെയും സങ്കല്പിക്കുന്നു. നക്ഷത്രം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഒരിക്കലും ക്ഷയിക്കാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ചന്ദ്രൻ ഓരോ നക്ഷത്രക്കൂട്ടത്തിലും കൂടെ കടന്നു പോകുന്ന സമയത്ത് ജനിക്കുന്ന ആളുകളെ അതാത് നക്ഷത്രത്തിൽ ജനിച്ച ആളുകളായിട്ട് കണക്കാക്കുന്നു. ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ശനി. ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളെ ശനി സ്വാധീനിക്കുന്നുണ്ട്. വളരെ ശക്തനായ ഗ്രഹവുമാണ്. വ്യാഴവും ശനിയുമാണ് സൗരയൂഥത്തിലെ ഏറ്റവും ശക്തരായ രണ്ട് ഗ്രഹങ്ങൾ. അതായത് മനുഷ്യജീവിതത്തെയും പ്രകൃതിയെയും ബാധിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ആകർഷണ ബലം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ശനിയും വ്യാഴവും. ഇനി നമുക്ക് ശനിയുടെ കാരകത്വം, അതായത് ശനി ഏതെല്ലാം കാര്യങ്ങളിലാണ് മനുഷ്യജീവിതത്തെ ബാധിക്കുന്നത് എന്നുള്ളത് ഒരു ശ്ലോകത്തിൽ കൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കുമ്പം ആയുർദുഃഖാവമാനമയമൃതിഭയ ദൈന്യോഷ്ട്ര നീചാന്ത്യകർമ്മ ആലസ്യാരണ്യ ശ്മശാനാശുചികരാഹിഷ വൃദ്ധദാസാന്ത്യകാര നിഹ്രീജാലോപലോലു കലബലികസുമോ ഉച്ഛിഷ്ട കൃഷ്യർത്ഥലോഹ പ്രേതാപാദിത്യ ഹിംസാദ്യഖം ഋണ തില തൈലാദി ഭൂതാശ്ച മന്ദൽ. അതായത് ആയുസ്, ദുഃഖം, അപമാനം, രോഗം, മരണം, ഭയം, ദൈന്യം, ഒട്ടകം, ഉഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒട്ടകം, താഴ്ന്ന നിലവാരത്തിലുള്ള ആളുകൾ, പ്രേത സംസ്കാര ക്രിയാകർമ്മങ്ങൾ, അതായത് അന്ത്യേഷ്ടി പോലുള്ള കർമ്മങ്ങൾ, അലസത, കാട്, ശ്മശാനം, അശുചി എന്ന് പറഞ്ഞാൽ അശുദ്ധി, പിന്നെ കഴുത, പോത്ത്, വാർദ്ധക്യം, വൃദ്ധാവസ്ഥ, നീചകർമ്മങ്ങൾ, ദാസഭൃത്യന്മാർ, ജയില്, ബന്ധനം, ലജ്ജയില്ലാത്ത സ്വഭാവം, പിന്നെ വല, കല്ല്, ഉരൽ, ബലിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ, എച്ചിൽ, മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങൾ, കൃഷി സാധനങ്ങൾ, അതിനുള്ള ആയുധങ്ങൾ, ഇരുമ്പ്, പിന്നെ പ്രേതങ്ങൾ, പിന്നെ ശവം, പതിതത്വം എന്ന് പറഞ്ഞാൽ പാപകർമ്മങ്ങളല്ലേ പതിക്കുക, നമ്മൾ ഉള്ള നിലവാരത്തിൽ നിന്ന് താഴോട്ട് പോവുക, വധം, പാപം, കടം, ഋണം എന്ന് പറഞ്ഞാൽ കടമാണ്, പിന്നെ തിലം എന്ന് പറഞ്ഞാൽ എള്ള്, എണ്ണ, തൈലം, പിന്നെ പർവ്വതം എന്ന് പറഞ്ഞാൽ അദ്രി എന്ന് പറയുന്നത് പർവ്വതമാണ്, ഭൂതങ്ങൾ, പിശാചുക്കൾ, ഇതിനെല്ലാം ശനിയെ കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ശനി ഏതേത് സ്ഥാനങ്ങളിൽ നിൽക്കുന്നു, ഏത് ഗ്രഹങ്ങളാണ് ശനി നിൽക്കുന്ന രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത്, ശനിയും ഏതേത് ഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് ബന്ധങ്ങൾ വരുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് ഒരാൾക്ക് ജീവിതത്തിൽ ഏതവസ്ഥയാണ് ഉള്ളതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് പിന്നീടൊരു അവസരത്തിൽ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഈ ശനി കുംഭം രാശിയിലാണ് കുറേ കാലമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി മാർച്ച് 29 ആകുമ്പോഴത്തേക്കും മീനൻ രാശിയിലേക്ക് കടക്കും. മീനൻ രാശിയാണെങ്കിൽ ശനിയുടെ സമനായ വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണ്. അപ്പോൾ ഈ ശനിയുടെ സഞ്ചാരം അല്ലെ ശനിയുടെ രാശി മാറ്റം എല്ലാ വിധത്തിൽപ്പെട്ട മനുഷ്യരെയും, പിന്നെ വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ജന്തുക്കളുടെ സ്വഭാവത്തെയും പ്രകൃതിയുടെ സ്വഭാവത്തെയും ബാധിക്കും, മനുഷ്യൻ്റെ സ്വഭാവത്തെ മാത്രമല്ല. അപ്പോൾ ഈ ഏഴരശനി അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കൂറുകാർ അല്ലെങ്കിൽ ഏതാനും നക്ഷത്രങ്ങളിൽപ്പെട്ടവർ ഈ ശനി മാറുന്നതോടുകൂടി ആ ഏഴരശനിയുടെ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതൊക്കെ ആരൊക്കെയാണ്? ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാരാണ് ഈ ഏഴരശനിയുടെ ദോഷത്തിൽ നിന്ന് ഒഴിവാകുന്നത്.
ഇതിൽ അവിട്ട നക്ഷത്രക്കാരുടെ ആദ്യ 30 നാഴികയ്ക്കകത്ത് ജനിച്ചവർക്ക് മാത്രമേ പൂർണ്ണമായും 7.5 ശനിദോഷം മാറുന്നുള്ളൂ. രണ്ടാമത്തെ പകുതി ജനിച്ചവർക്ക് 7.5 ശനിദോഷം തുടരുകയാണ്. എങ്കിലും അതിൻ്റെ തീവ്രത അല്പം കുറഞ്ഞു നിൽക്കും. കഴിഞ്ഞ 7.5 വർഷമായിട്ട് മകരക്കൂറുകാർക്ക് ശനിയുടെ അനുഭവങ്ങളായിരുന്നു, ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാർക്ക്. പക്ഷേ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് അനുഭവപ്പെട്ടിരുന്നില്ല. കുറേ തടസ്സങ്ങളും വിഷമങ്ങളും മനപ്രയാസവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ധനപരമായിട്ടുള്ള ബ്ലോക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ശനി മൂലത്രികോണമായ കുംഭൻ രാശിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നതുകൊണ്ടും മകരക്കൂറിൻ്റെ നാഥൻ ശനി ആയതുകൊണ്ടും അവർക്ക് വലിയ ദോഷങ്ങളില്ലാതെ ഈ കാലം കടന്നു പോകാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ 2025 മാർച്ച് അവസാനത്തോടെ ശനി മീനം രാശിയിലേക്ക് മാറുമ്പോൾ അവരുടെ 7.5 ശനി ദോഷം അവസാനിക്കുകയാണ്. മറ്റൊരു കാര്യം എന്താണ്? അവർക്ക് ശനി 3-ലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ സ്വന്തം രാശിനാഥനായ ശനി 3-ാം ഭാവത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരുപാട് ഗുണകരങ്ങളായ അനുഭവങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നത്. ശനി ഏതാനും സ്ഥാനങ്ങൾ, അതായത് 3-ാം ഭാവം, 6-ാം ഭാവം, 11-ാം ഭാവം, ഈ 3 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ശനി വളരെ യോഗകാരകനാണ്. അപ്പോൾ ആ യോഗവും കിട്ടും, 7.5 ശനിയിൽ നിന്നുള്ള മോചനവും കിട്ടും. 2 രീതിയിലാണ് അവർക്ക് ഗുണങ്ങൾ അനുഭവിക്കുന്നത്. ഇനി തടസ്സങ്ങളില്ലാതെ ഉള്ള സുഗമമായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുന്ന ഒരു അനുഭവമാണ് അവർക്ക് ഉണ്ടാകുന്നത്. പിന്നെ എന്താണ്? തടസ്സങ്ങൾ മാറുക, നേട്ടങ്ങളുണ്ടാകുക, ധനപരമായിട്ട് ഗുണമുണ്ടാവുക, കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കുക. പിന്നെന്താണ്? ദാസഭൃത്യന്മാർ ധാരാളം നമ്മളെ സേവിക്കാനായിട്ട് ഉണ്ടാവുക, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ സഹകരണം നമുക്ക് ലഭിക്കുക, ബന്ധുബലം വർദ്ധിക്കുക തുടങ്ങിയ ഒരുപാട് ഗുണഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മറ്റൊരു തരത്തിൽ ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ധനലാഭങ്ങളോ ഒക്കെ ഉണ്ടാകാം. പിന്നെ ഈ വ്യാഴവും രാഹുവും വർഷമധ്യത്തോടെ മാറുമ്പോൾ ഒരല്പം മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അതായത് മെയ് മാസം മുതൽ അല്പം മാറ്റങ്ങൾ ഉണ്ടാകും. ഇതിൽ രാഹു ധനത്തിൻ്റെ ഭാവത്തിലേക്കാണ് മകരക്കൂറുകാർക്ക് വന്നു ചേരുന്നത്. അതായത് കുംഭത്തിലേക്കാണ് രാഹു വരുന്നത്. രാഹു എപ്പോഴും പുറകോട്ടാണല്ലോ രാഹുവും കേതുവും സഞ്ചരിക്കുന്നത്. ഈ രാഹു ഗ്രഹമല്ല, നിഴലാണെങ്കിലും അതിൻ്റെ സ്വാധീനം, ജീവിതത്തിൽപ്പെടുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ധനഭാവത്തിലേക്ക് രാഹു വരുമ്പം വളരെ മോശമെന്ന് പറയത്തില്ല, ധനം പെട്ടെന്ന് കിട്ടുന്ന ചില കാര്യങ്ങൾ, ലോട്ടറി, അതുപോലെ തന്നെ നറുക്കെടുപ്പ്, മത്സരങ്ങളിൽ വാതുവെക്കുന്നത്, ഇതിലൂടെയൊക്കെ ധനലാഭം കിട്ടാം. ചില ആൾക്കാരെ സംബന്ധിച്ച് ഓഹരിയിൽ നിന്നും ലാഭം കിട്ടാം. പക്ഷേ എന്ന് വിചാരിച്ച് രാഹുവിനെ വിശ്വസിച്ച് പണം മുടക്കാനായിട്ട് ഈ സമയത്ത് ഇറങ്ങിപ്പുറപ്പെട്ടാൽ അബദ്ധമാകുകയും ചെയ്യും. മുൻകാലങ്ങളിൽ ഓഹരിയിൽ പണം മുടക്കിയിട്ടുള്ളവർക്ക് ആ ഓഹരികൾക്ക് വില വർദ്ധിക്കുകയും ലാഭം കിട്ടാനുള്ള സാധ്യത ആ സമയത്ത് പറയാം. അതുപോലെ വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്കാണ് മാറുന്നത്. അതായത് പിന്നെ വ്യാഴം 6-ലേക്ക് പോവുകയാണ് ഈ മകരക്കൂറ് പെട്ട നക്ഷത്രക്കാർക്ക്, ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക്. അപ്പോൾ 6-ൽ വ്യാഴം എന്ന് പറയുമ്പോൾ വ്യാഴം മറഞ്ഞാണല്ലോ നിൽക്കുന്നത്, ദൈവാധീനം കുറയും. അപ്പോൾ ഇതാണ് അവർക്കുണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത്. എങ്കിലും ഈ ശനി 3-ൽ വരുന്നതുകൊണ്ട് തന്നെ ശക്തമായ ഒരു നിലപാട് എല്ലാ കാര്യങ്ങളിലും എടുക്കാനും തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ മാറ്റി മുന്നോട്ട് പോകാനുമുള്ള ധൈര്യവും ആർജവവും ഈ സമയത്ത് ഉണ്ടാകും. ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെ കൂടെ ഒന്ന് എടുത്തു നോക്കാം. ഉത്രാട നക്ഷത്രക്കാർക്ക് സാമാന്യത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ്. സ്വന്തം സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ മികച്ച വരുമാനം നേടാനായിട്ട് അവർക്ക് സാധിക്കും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് മെച്ചപ്പെട്ട അനുഭവങ്ങൾ, പ്രൊമോഷൻ, ശമ്പള വർധനവ് ഇതൊക്കെ ഉണ്ടാകും. സമൂഹത്തിലെ നല്ല കാര്യങ്ങൾക്ക് സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയും. സമൂഹത്തിലൊരു പദവിയൊക്കെ കിട്ടുന്നതാണ്. പിന്നെ സാമ്പത്തികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരല്പം സമ്മർദ്ദം ഉണ്ടാകാം മെയ് മാസത്തിന് ശേഷം. എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും സാധിക്കാനുള്ള പണം അതാത് സമയത്ത് വന്നു ചേരുന്നതുമാണ്. തിരുവോണ നക്ഷത്രക്കാരെ നോക്കുമ്പോഴും ഇതുതന്നെയാണ് ഏകദേശം അനുഭവം. കർമ്മരംഗത്ത് പുതിയ ആശയങ്ങൾ ചിന്തിക്കാനും നടപ്പാക്കാനും ഒക്കെ സാധിക്കും. ഔദ്യോഗിക പദവികൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധിക്കും. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനമാവുകയും നല്ല ബന്ധങ്ങൾ കിട്ടാൻ ഉപകാരപ്പെടുകയും ചെയ്യും സമയം. പലതരത്തിലും ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാകും. കുടുംബത്തിനകത്തും പുറത്തും ഒരുപോലെ അംഗീകരിക്കപ്പെടും. അതായത് രാഷ്ട്രീയക്കാരാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും സാധാരണ ഒരു മനുഷ്യനാണെങ്കിലും സമൂഹത്തിൽ നല്ലപോലെ അംഗീകരിക്കപ്പെടും. എല്ലാവരുടെയും ഒരു സ്നേഹാദരങ്ങൾ കിട്ടുന്ന സമയമാണ്. വ്യാഴം 6-ലേക്ക് മാറുന്നതിൻ്റേതായ പ്രയാസങ്ങൾ, ദൈവാധീനക്കുറവ് ഒക്കെ അനുഭവപ്പെട്ടേക്കാം.
അതുപോലെ പിന്നെ രാഹുവിൻ്റെ സ്ഥാനം കൊണ്ടും ഒരല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷേ അത് വലിയ കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല. കാരണം ശക്തമായ സ്ഥാനത്ത് ശനി നിൽക്കുന്നതിൻ്റെ ഗുണം എപ്പോഴും കിട്ടും. വലിയ മുതൽ മുടക്കി നിക്ഷേപങ്ങൾ നടത്താനായിട്ട് അനുയോജ്യമല്ല. ഇപ്പോൾ ഷെയർ എടുക്കുക, ഇപ്പം പോയി ഊഹക്കച്ചവടം നടത്തുക, ഇതൊന്നും അത്ര നല്ലതല്ല. നേരത്തെ ഇട്ട ഷെയറുകളിൽ നിന്ന് ലാഭം കിട്ടാം. ഇപ്പോഴ് നമ്മൾ പണം മുടക്കുന്നുണ്ടെങ്കിൽ ഉപദേശം തേടണം. വിദഗ്ധരുടെ ഉപദേശം തേടിയിട്ട് മാത്രം ചെയ്യുക. ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പൊതുവേ നോക്കുമ്പോൾ മുൻകാലങ്ങളിലെ പോലെ തടസ്സങ്ങൾ ഉണ്ടാകുകയില്ല. സ്മൂത്തായിരിക്കും കാര്യങ്ങൾ. കാരണം രാശിനാഥൻ കൂടെയാണ് ശനി. ശനി 3-ലാണ് നിൽക്കുന്നത്. ആ 3-ാം ഭാവം എന്ന് പറയുന്നത് ശനിയുടെ സമനായ വ്യാഴത്തിൻ്റെ സ്ഥാനവുമാണ്. വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണ്, ശുഭസ്ഥാനവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഗുണഫലങ്ങളാണ് കിട്ടാനായിട്ട് യോഗമുള്ളത്. ഇനി അവിട്ട നക്ഷത്രക്കാരുടെ കാര്യം നോക്കുമ്പോൾ 7.5 ശനി തീരുന്ന അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയിൽപ്പെട്ട ആളുകൾക്ക് ജോലിയിൽ സ്ഥാനപ്രാപ്തിക്ക് യോഗമുണ്ട്. അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച നിലയിൽ പഠനം പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. വിദേശയാത്രാ യോഗം ആഗ്രഹിക്കുന്നവർക്ക് അതും ലഭിക്കുന്നതാണ്. പുതിയ ജോലി ലഭിക്കാൻ യോഗമുണ്ട്. അവിവാഹിതർക്ക് വിവാഹം നടക്കാൻ യോഗമുണ്ട്. അല്പം അധ്വാനിച്ചാൽ ഏതൊരു ലക്ഷ്യവും സാധിച്ചെടുക്കാനായിട്ട് ഈ അവിട്ട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതിക്കാർക്ക് ഇത്ര തന്നെ ഗുണമില്ലെങ്കിലും അവരുടെ 7.5 ശനിയുടെ തീവ്രത അല്പം കുറഞ്ഞു വരുന്നതുമാണ്. ആരോഗ്യം പുഷ്ടിപ്പെടുന്നതാണ്. ജൂൺ മാസം മുതൽ നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയും ഉണ്ട്. ഇനി അടുത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് കണ്ടകശനി മാറുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് എന്നുള്ളതാണ്. കണ്ടകശനി മാറുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നേട്ടമുണ്ടാകുന്നതുമായ ഒരു രാശിക്കാരെന്ന് പറയുന്നത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് കർമ്മഭാവത്തിൽ ആയിരുന്നു വർഷത്തിൻ്റെ ആദ്യം ശനി സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് 2.5 വർഷത്തോളമായിട്ട് കർമ്മഭാവത്തിലായിരുന്നു ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് ശനി സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അതായത് കാർത്തികയുടെ 3/4 ഭാഗം, അതായത് കാർത്തികയുടെ 2, 3, 4 പാദങ്ങളിൽ ജനിച്ച ആളുകൾ, രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ, മകയിരത്തിൻ്റെ ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവർ, ഇത്രയും ആളുകൾക്ക് കർമ്മഭാവത്തിൽ ശനിയായിരുന്നതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ശനി മീനത്തിലേക്ക് മാറുമ്പോൾ, മാർച്ച് അവസാനം മീനം രാശിയിലേക്ക് മാറുമ്പോൾ അവർക്കുണ്ടാകുന്ന പെട്ടെന്നുള്ള നേട്ടമെന്ന് പറയുന്നത് അത്ഭുതാവഹമായിരിക്കും. കാരണം ശനി അവരുടെ 11-ലേക്കാണ് വരുന്നത്. ഈ 11-ൽ ശനി എന്ന് പറയുന്നത് വളരെ ഗുണകരമായ ഒരു കാലമാണ്. അതായത് 11-ാം ഭാവം എന്ന് പറയുന്നത് ലാഭത്തിൻ്റെ ഭാവമാണ്. ശനി പാപഗ്രഹമാണെങ്കിൽ പോലും ഈ 11-ാം ഭാവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. ഉദ്യോഗത്തിൽ ഉയർച്ച, ഉദ്യോഗം, പുതിയ ജോലി ലഭിക്കുക, ആഗ്രഹിച്ച രീതിയിലുള്ള ജോലികൾ ലഭിക്കുക, ധനലാഭം ധാരാളമായിട്ടുണ്ടാകുക, ബിസിനസ്സിൽ നിന്ന് നല്ല ലാഭമുണ്ടാകുക, വിദേശത്തു നിന്നും ധനഭാഗ്യം ഉണ്ടാകുക, ഇതൊക്കെ ഈ സമയത്ത് സിദ്ധിക്കുന്നതാണ്. എല്ലാ മേഖലയിൽ നിന്നും അനുകൂലമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത്. കർമ്മമേഖല പൊതുവെ പുഷ്ടിപ്പെടും. പിന്നെ വളരെ കാലമായിട്ട് കിട്ടാതിരുന്ന ധനമോ അംഗീകാരങ്ങളോ ഒക്കെ കിട്ടാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതാണ്. വാഹനമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്തത് സാധിക്കും. മഹാഭാഗ്യങ്ങൾ പലതും അവരെ തേടിയെത്തും. അതായത് ഭാഗ്യക്കുറികൾ, നറുക്കെടുപ്പുകൾ ഉള്ള വിജയം, അതുപോലെ തന്നെ പൂർവിക സ്വത്ത് ലഭിക്കുക, ഏതെങ്കിലും ബന്ധുവിൻ്റെ സ്വത്ത് മറ്റാരും കൈമാറാനില്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് ലഭിക്കുക, അങ്ങനെയുള്ള പല പല നേട്ടങ്ങൾ ഈ സമയത്ത് അവർക്ക് ഉണ്ടാകും. പിന്നെ അവർക്ക് ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്താണ്? രാഹു 10-ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ, രാഹു പുറകോട്ടാണല്ലോ നീങ്ങുന്നത്. അപ്പോൾ രാഹു 10-ാം ഭാവത്തിലേക്ക് നീങ്ങി കുംഭത്തിലെത്തുമ്പോൾ അവർ കർമ്മഭാവത്തിൽ മറ്റുള്ളവരുടെ ചില കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാകാം. ചെറിയ തോതിലുള്ള നമുക്കെതിരെയുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാം. കാരണം ഈ ശനി 11-ൽ വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് എനർജറ്റിക് ആവും, ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യും. അപ്പം മറ്റുള്ളവർക്ക് ചെറിയൊരു അസൂയ തോന്നാനുള്ള സാധ്യത ഉണ്ട്, ഈ ഐശ്വര്യം എല്ലാം കൂടെ കയറി വരുമ്പോൾ. അപ്പം ഒരു ജീവിതത്തിൻ്റെ ഒരു പുതിയ വെളിച്ചം കിട്ടുന്നൊരു കാലമാണ് ഈ ശനി മാറ്റം കൊണ്ട് അവർക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ കാർത്തിക നക്ഷത്രക്കാരുടെ പ്രത്യേക ഫലം നോക്കുമ്പോൾ ലക്ഷ്യങ്ങളൊക്കെ സാധിക്കാൻ ഈ ശനി മാറ്റം കൊണ്ട് അവർക്ക് സാധിക്കും. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ കാർത്തികയുടെ 2, 3, 4 പാദങ്ങളിൽ ജനിച്ചവർക്ക്, കാർത്തികയുടെ ആദ്യ പാദം മേടക്കൂറിൽ വരുന്നതുകൊണ്ട് അവർക്ക് അത്ര തന്നെ ഗുണം കിട്ടുകയില്ല.
എങ്കിലും സാമാന്യമായ ഗുണം അവർക്കും ലഭിക്കുന്നതാണ്. ഈ ശനി മാറുന്ന ആ ഒരു സമയത്ത് മാത്രം ആരോഗ്യകാര്യങ്ങളിൽ ഒരു കരുതൽ എടുക്കണം. വർഷം ഈ മാർച്ചിന് ശേഷം, അതായത് വർഷമധ്യത്തിന് ശേഷം വളരെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ജോലി ലഭിക്കും, വസ്തുവോ വീടോ വാങ്ങാനായിട്ട് സാധിക്കും, കൃഷി നടത്തുന്നവർക്ക് അതിൽ നിന്ന് നല്ല ആദായം ലഭിക്കുന്നതാണ്. നമ്മളേത് കൃഷിയാണോ അവിടെ ചെയ്തിരിക്കുന്നത് ആ വിളവിന് ആ സമയത്ത് നല്ല വില ലഭിക്കാനും യോഗമുണ്ട്. പ്രണയിക്കുന്നവർക്ക് വളരെ ആഹ്ലാദകരമായ കാലങ്ങളാണ് വരാൻ പോകുന്നത്. ദാമ്പത്യത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിയോടൊപ്പം യാത്ര ചെയ്യാനും ഒക്കെ യോഗമുണ്ട്. അതുപോലെ സുഹൃത്തുക്കളോടൊപ്പം ഉല്ലസിക്കാനും ഉല്ലാസയാത്രകൾ പോകാനും അവരോടൊത്ത് ആഘോഷിക്കാനും ഒക്കെ പല പല സന്ദർഭങ്ങളും ഉണ്ടാകും. കുടുംബത്തിൽ പല മംഗളകർമ്മങ്ങളും നടക്കും. അതിൽ ജീവിത പങ്കാളിയോടൊപ്പം പങ്കെടുക്കാനും സാധിക്കും. പൊതുവെ നോക്കുമ്പം സന്താനങ്ങൾക്കും ഗുണകരമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. കാരണം ഈ ഇടവൻ രാശിക്കാർക്ക് വ്യാഴം വർഷമധ്യത്തിൽ മാറുന്നത് ധനഭാവത്തിലേക്കാണ്, അതായത് ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് അതും ഒരു ഗുണമാണ്, ധനഭാവത്തിലേക്ക് വ്യാഴം വരുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടും മെച്ചമാണ്, സാമൂഹ്യമായിട്ടും മെച്ചമാണ്, കുടുംബപരമായിട്ടും മെച്ചമാണ്. അതുകൊണ്ട് ഈ ഒരു സമയം നന്നായിട്ടങ്ങ് ഉപയോഗിക്കുക. ഇനി രോഹിണി നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ അല്പം ദുഃഖമുണ്ട് ഈ രോഹിണി നക്ഷത്രക്കാർക്ക്. അത് ഞാൻ പറയാം. അതായത് നമുക്ക് സാമ്പത്തികമായിട്ട് പല പല ലാഭങ്ങളും കിട്ടും, വസ്തു വിൽപ്പനയൊക്കെ നടക്കും, പൂർവിക സ്വത്ത് ലഭിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുണ്ട്. ജോലി ലഭിക്കുകയും വാഹനം ലഭിക്കാനും വീട് പുതുക്കിപ്പണിയാനും ഒക്കെ യോഗമുണ്ട്. പക്ഷേ നമുക്ക് കിട്ടേണ്ട കാര്യം വേറൊരാൾ അനുഭവിക്കുന്നതിൻ്റേതായ ഒരു മനപ്രയാസം നമുക്ക് ഉണ്ടാകും. അതായത് നമുക്ക് കിട്ടേണ്ട പ്രൊമോഷൻ, ഒരു ജോലിയിലിരിക്കുന്ന ആൾക്കാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട പ്രൊമോഷൻ വേറൊരാളിന് കൊടുക്കുക, അപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു കുഞ്ഞാണെന്നിരിക്കട്ടെ, എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു പലഹാരമോ എന്തോ ആയിക്കോട്ടെ, അത് വേറൊരാൾ തട്ടിക്കൊണ്ട് പോവുക, അത് കാണുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന പ്രയാസം. വലിയവർക്കാണെങ്കിൽ ഇങ്ങനെയുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട ഒരു അവാർഡ് വേറൊരാൾ വേറെ ഏതെങ്കിലും മാർഗത്തിൽ കൂടെ കൊണ്ടുപോവുക, അങ്ങനെയുള്ളൊരു മാനസിക ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ ഇടയുള്ളത്. ധനപരമായിട്ടോ സാമൂഹികമായിട്ടോ ഒന്നും വലിയ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകാനിടയില്ല. ധനമൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ ഈ സാഹിത്യരചനകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. കഥയും കവിതയൊക്കെ എഴുതുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം കിട്ടും. പിന്നെ പണം നന്നായിട്ട് ചിലവഴിക്കാൻ സാധിക്കും, നല്ല രീതിയിൽ. എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക ശാസ്ത്രം നമ്മൾ പഠിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ധനം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ജീവിതത്തിൽ പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഈ സമയത്ത് സാധിക്കും. മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിക്കാണ് കൂടുതൽ ഗുണഫലങ്ങൾ ഉള്ളത്. ധാരാളം വിജയങ്ങൾ സിദ്ധിക്കുന്നതാണ്. മാതൃകാപരമായ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സമൂഹത്തിന് ഗുണമുള്ള പല കാര്യങ്ങളും ചെയ്യാം. കലാകായിക മത്സരങ്ങളിലൊക്കെ വിജയമുണ്ടാകും. സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ വളരെ പ്രശസ്തി നേടിത്തരും. വ്യാഴം ജന്മക്കൂറിൽ നിന്ന് മാറുന്നതിൻ്റേതായ ഗുണങ്ങൾ, രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതിൻ്റെതായ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കും. സംഘടനകളിലൊക്കെ നല്ല സ്ഥാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കടബാധ്യതകൾ നന്നായിട്ട് കുറയും. മക്കളുടെ കാര്യത്തിലും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അവർക്ക് നല്ല കോഴ്സിന് പ്രവേശനം കിട്ടാനും ജോലി കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. മിഥുനക്കൂറിൽപ്പെട്ട മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽപ്പെട്ടവർക്ക് ഇത്ര തന്നെ ഗുണകരമായിരിക്കില്ല. എങ്കിലും വലിയ ദോഷങ്ങളില്ല. കാരണം അത്ര ഗുണകരമായിരിക്കില്ലെന്ന് പറഞ്ഞാൽ ഈ ശനി മാറുന്ന 1-2 മാസം കഴിയുമ്പോഴത്തേക്കും വ്യാഴവും മാറുമല്ലോ. അപ്പോൾ വ്യാഴം ജന്മക്കൂറിലേക്കാണ് ഈ മിഥുനക്കൂറുകാർക്ക് വരുന്നത്. അതിൻ്റേതായ മനപ്രയാസങ്ങളുമൊക്കെ അവർക്ക് ഉണ്ടാകും. ഇടവക്കൂറുകാർക്ക് അങ്ങനെയല്ല. വ്യാഴം ധനഭാവത്തിൽ വരുന്നതിൻ്റേതായ ഗുണങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇനി കണ്ടകശനിയുടെ ദോഷം മാറുന്നത് ആർക്കാണ്? വൃശ്ചികക്കൂറിനാണ്. വൃശ്ചികക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലായിരുന്നു ശനി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതായത് വൃശ്ചികം, ധനു, മകരം, കുംഭം 4-ാം ഭാവം കുടുംബസ്ഥാനത്തായിരുന്നു ശനി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ, കുടുംബത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവർ നേരിട്ട് കാണും. അപ്പം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണെന്ന് നോക്കുമ്പം വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറ്. അതിൽ വിശാഖ നക്ഷത്രക്കാരുടെ പ്രത്യേക ഫലം നോക്കുമ്പോൾ അവർക്ക്
മാർച്ച് മാസം അവസാനം മുതൽ വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ മാറ്റവും അവർക്ക് ഗുണകരമായിട്ട് വരും. നല്ല സ്ഥിതിയിലെത്താൻ, അതായത് ജോലിയിലാണെങ്കിൽ ഉന്നത സ്ഥാനപ്രാപ്തി, ശമ്പളത്തിൽ വർധനവ്, ഇൻക്രിമെൻറ്റുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിലാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം, ബിരുദങ്ങൾ കരസ്ഥമാക്കാനും നല്ല ജോലി ലഭിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അർഹതയിൽ കവിഞ്ഞ ജോലി കിട്ടും എന്നാണ് വിശാഖ നക്ഷത്രക്കാരൻ്റെ ഫലം പറയാനുള്ളത്. ഈ വൃശ്ചികക്കൂറിൻ്റെ 4-ാം ഭാവത്തിൽ നിന്നും ശനി മാറുമ്പോൾ കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറും. 5-ലേക്ക് ശനി മാറുന്നത് ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ സന്താനങ്ങൾക്ക് ചില പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ ഇടപെട്ട് പരിഹരിച്ച് കൊടുക്കേണ്ടി വരും. സന്താനഭാവമാണ്. അതുപോലെ തന്നെ ബുദ്ധിയും 5-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. എങ്കിൽ പോലും ഈ വ്യാഴത്തിൻ്റെ രാശിയിലേക്കാണല്ലോ ശനി മാറുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ട് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായാലും അല്പം ചിന്താക്കുഴപ്പമൊക്കെ ഇടയ്ക്കുണ്ടാകാം. എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ നമുക്കത് തിരികെ എടുക്കാനായിട്ട്, നമ്മുടെ സ്വതസിദ്ധമായ ബുദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ടത് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലം ദോഷകരമാവുകയില്ല. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഈ വർഷം സാധിക്കും. ഈ ശനി മാറുന്നതോടുകൂടി കുറേയേറെ നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകും. മനക്ലേശമൊക്കെ മാറും. മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. പിന്നെ കൂട്ടുകച്ചവടത്തിലൂടെ കുറേ ലാഭങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ബിസിനസ്സിനോ പഠനത്തിനോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് വിദേശയാത്ര ചെയ്യാനായിട്ട് സാധിക്കും. വിവാഹ സാഫല്യം ഈ വർഷം ഉണ്ടാകാനുള്ള യോഗവും ഉണ്ട്. പിന്നെ ഈ വ്യാഴമാറ്റം ഒരല്പം ദോഷകരമായിട്ടായിരിക്കും വരുന്നത്. അതായത് വ്യാഴം അത്ര ഗുണകരമല്ലാതെ വരുന്നത് കൊണ്ട് വലിയ മുതൽ മുടക്കിയിട്ടുള്ള സംരംഭങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. അതായത് മിഥുനത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ അല്പം ദോഷകരമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മുതൽ മുടക്കിയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യാതിരിക്കുക. പിന്നെ അനാവശ്യമായ പിടിവാശി സ്വഭാവം ഉപേക്ഷിക്കുക. ഇതൊക്കെ ഈ സമയത്ത് തോന്നാനിടയുള്ള സംഗതിയാണ്. അതുകൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക മനഃപൂർവ്വം. ഉള്ള ശത്രുക്കൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ നിഷ്പ്രഭരായിട്ട് മാറിക്കോളും. ആരോഗ്യ പ്രശ്നങ്ങളും ശ്രദ്ധിക്കണം. അതുപോലെ സ്വഭാവത്തിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ അനിഴ നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ ഈ വർഷം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിദേശയാത്രാ യോഗം ഈ വർഷമുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തുന്ന പല കണ്ടുപിടുത്തങ്ങളും നമുക്കൊരു ബിസിനസ്സാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇന്നൊവേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. നമ്മുടെ നിരീക്ഷണം വളരെ കൃത്യമായിരിക്കും എല്ലാ കാര്യത്തിലും. അവിവാഹിതർക്ക് വിവാഹ യോഗമുണ്ട്. വ്യക്തിത്വം വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. മാനസികമായിട്ട് പക്വതയുണ്ടാകും. മറ്റുള്ള ആളുകളെ സഹായിക്കാനുള്ള സന്നദ്ധതയുണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. കുടുംബപരമായ സൗഖ്യം ഉണ്ടാകും. പിന്നെ മെയ് മാസത്തിലെ വ്യാഴമാറ്റം അതേ സമയത്ത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലമാണ് കൊടുക്കുന്നത്. ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് വാഹന ഉപയോഗത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ സ്പോർട്സിലൊക്കെ ഏർപ്പെടുമ്പോൾ മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതാണ്. അതായത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നീ പാടൊക്കെ കെട്ടണമെങ്കിൽ മുട്ടിലൊക്കെ പാടുമൊക്കെ വെച്ച് കെട്ടിയാണ് കളിക്കേണ്ട സ്പോർട്സുകളൊക്കെ ആണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോളുക. കാരണം ചെറിയ മുറിവ് ചതവുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ആ സമയത്ത് ഉണ്ട്. അടുത്തത് ചിങ്ങക്കൂറുകാരുടെ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയാണ് രാശി മാറുന്നത്. 7-ാം ഭാവവും കണ്ടക ഭാവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മാർച്ച് 29-നുള്ള ശനിമാറ്റം ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാകും. അതായത് മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക്. ചിങ്ങക്കുറി വരുന്നത് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം ഉൾപ്പെടുന്ന നക്ഷത്രക്കാരാണ്. അപ്പോൾ ആ 7-ാം ഭാവത്തിൽ നിന്ന് ശനി മാറുമ്പം പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി സ്നേഹബന്ധം കൂടുതൽ ഊഷ്മളമാകും. പിന്നെ ഈ 7-ാം ഭാവത്തിലെ ശനി 8-ലേക്കാണ് മാറുന്നത്. അഷ്ടമശനി ആണെങ്കിൽ പോലും കണ്ടകശനിയുടേതായ കുറേ ദോഷങ്ങൾ ഒഴിവാകും. അഷ്ടമശനി ഗുണകരമായ അവസ്ഥയല്ല. പക്ഷേ ഈ വ്യാഴത്തിൻ്റെ രാശിയിലേക്കാണ് ശനി മാറുന്നത് എന്നുള്ളത് കുറച്ചൊക്കെ ആശ്വാസകരമാണ്. പിന്നെ കണ്ടകശനിയുടെ ദോഷം മാറുന്നതുകൊണ്ട് തടസ്സങ്ങളൊരല്പം കുറയും. മനപ്രയാസം ഉണ്ടാക്കുന്ന ചില അവസരങ്ങളുണ്ടാകും. അത് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സുഹൃത്തിൻ്റെ അടുത്തൊരു സഹായം ചോദിച്ചു ചെല്ലുന്നു. അയാൾ പറ്റില്ല എന്നങ്ങ് കട്ടാൻ ഡ്രൈ ആയിട്ട് പറയുമ്പോൾ നമുക്കൊരു മനപ്രയാസം ഉണ്ടാകും.
അതുപോലെ തന്നെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോകുന്നു. നമ്മളവിടെ ഇൻ്റർവ്യൂ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവിടെ ഒരാളിനെ എടുത്തു പോയി എന്ന്. അപ്പം നമുക്കൊരു പ്രയാസം ഉണ്ടാകും. പക്ഷേ മറ്റൊരു വശത്ത് ഇതിനേക്കാൾ നല്ലൊരു ജോലി നമുക്ക് പിന്നീട് ലഭിച്ചേക്കാം. പക്ഷേ ഈ ഒരു ഘട്ടത്തിലുണ്ടാകുന്ന ഒരു പ്രയാസമുണ്ടല്ലോ, അങ്ങനെയുള്ള ചില പ്രയാസങ്ങളാണ് ഈ അഷ്ടമശനി, അതായത് ശനി മീനത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഒരല്പം നേരത്തേക്ക് നമുക്ക് ബുദ്ധിക്ക് ഒരു അടി കിട്ടിയതുപോലെ, അല്ലെങ്കിൽ നമ്മളെ ഒരു ചിന്താക്കുഴപ്പത്തിലാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് പോലെ നമുക്ക് തോന്നും. ഇനി ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളിൽ മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിര ഉത്സാഹവും നിശ്ചയദാർഢ്യവും ഒക്കെ അവർക്ക് ഗുണകരമായിട്ട് വരും. പ്രണയ ബന്ധത്തിലുള്ളവർക്ക് ഗുണകരമാണ് ശനിയുടെ മാറ്റം. വിവാഹം പോലും നടക്കാൻ സാധ്യതയുണ്ട്. വിവാഹം വരെ എത്തിക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സന്താനപ്രാപ്തി ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ജന്മരാശിയിൽ കേതുവിൻ്റെ സഞ്ചാരം വരുന്നത് ഒരല്പം പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ആളുകളുടെ ഭാഗത്തു നിന്നുള്ള എതിരഭിപ്രായങ്ങളൊക്കെ നമ്മളെ ഒരല്പം വിഷമിപ്പിച്ചേക്കും. പക്ഷേ ശനി അവർക്ക് വലിയ ദോഷങ്ങളൊന്നും മകൻ നക്ഷത്രക്കാർക്ക് ചെയ്യുന്നില്ല. കാരണം കണ്ടകശനി തീരുകയാണ്. അഷ്ടമശനി ആണെങ്കിൽ പോലും ദാമ്പത്യത്തിലോ കുടുംബത്തിലോ ഒക്കെ സ്വസ്ഥത ഉണ്ടാകും. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സൂക്ഷിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ തോതിലുള്ള മനസ്സിന് മുറിവേൽപ്പിക്കുന്ന അപമാനങ്ങളൊക്കെ ചിലപ്പം ഉണ്ടായേക്കാം അഷ്ടമശനി ആയതുകൊണ്ട്. അതിൽ വിഷമിക്കാതിരിക്കുക. അടുത്ത പൂരനക്ഷത്രക്കാരുടെ അനുഭവങ്ങൾ നോക്കുമ്പം പൂരനക്ഷത്രക്കാർക്ക് പല രീതിയിലും ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. എതിരാളികളെ നന്നായിട്ട് ഒതുക്കാനായിട്ട് സാധിക്കും. എതിരാളികളെ നിഷ്പ്രഭരാക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത ബിരുദം നേടാനായിട്ട് സാധിക്കും ശനിമാറ്റം ഉണ്ടാകുമ്പോൾ. അവിവാഹിതർക്ക് വിവാഹം ഒത്തുവരാൻ സാധ്യതയുണ്ട്. വസ്തു കച്ചവടത്തിൽ നിന്നും ലാഭം കിട്ടാനുള്ള യോഗമുണ്ട്. ബന്ധുക്കളുടെ പിന്തുണ ഉണ്ടാകുന്നതാണ്. വ്യാഴം അവരെ സംബന്ധിച്ചിടത്തോളം 11ലാണ് സഞ്ചരിക്കുന്നത്. ആ ഒരു ഗുണം അവർക്ക് കിട്ടും. ഈ 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു 7ലേക്ക് വരുമ്പം ഒരല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. അഭിപ്രായ തർക്കങ്ങളാണ്. അതൊരു വഴക്കിലേക്ക് എത്താൻ സാധ്യതയില്ല ഈ ഒരു സമയത്ത് മറ്റ് ഗ്രഹസ്ഥിതികൾ അനുസരിച്ച്. എങ്കിൽ പോലും ഈ രാഹു ഒരു പാപഗ്രഹമായതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് മാത്രം. അപ്പോൾ ശനിയുടെ ആ ദോഷം, കണ്ടകശനി എന്നുള്ള ദോഷം മാറുന്നതിൻ്റേതായ ഗുണഫലങ്ങൾ ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആത്മീയമായ ഒരുപാട് ചിന്തകൾ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ആഗ്രഹം, അതെല്ലാം ഉണ്ടാകും. അങ്ങനെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്ന യാത്രകളിൽ പങ്കാളിയാകാനുള്ള യോഗവും ഈ സമയത്ത് ഉണ്ട്. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഉത്തരത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ച് കാര്യങ്ങൾ നേടാനായിട്ട് അവർക്ക് സാധിക്കും. വ്യാഴത്തിൻ്റെ സഞ്ചാരം അവർക്ക് ഗുണകരമായിട്ട് വരുന്നതാണ്. വ്യാഴം 11ലേക്ക് വരുമല്ലോ വർഷമധ്യത്തോടെ. അത് ധനപരമായിട്ടൊക്കെ വളരെയേറെ ഗുണം ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നത ബിരുദമൊക്കെ നേടാൻ യോഗമുണ്ട്. കടങ്ങൾ നല്ലൊരു പരിധിവരെ അടച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യത്തിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. രാഹുവിൻ്റെ പ്രശ്നം കൊണ്ടും ശനിയുടെ പ്രശ്നം കൊണ്ടൊക്കെ. പക്ഷേ എന്നാലും വലിയൊരു ദോഷമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഉത്തര നക്ഷത്രക്കാർക്ക് പൂർണ്ണ മനസ്സമാധാനം കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. കുടുംബത്തിലൊരു അല്പം അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായേക്കാം. എങ്കിലും ധനപരമായിട്ട് നോക്കുമ്പം വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല. നറുക്കെടുപ്പുകളിലും ചിട്ടിയിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകും. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ആദായം ലഭിക്കുന്നതാണ്. കാർഷിക ആദായങ്ങളും വർദ്ധിക്കുന്നതാണ്. വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടകശനി മാറുമ്പോഴുള്ള അനുഭവങ്ങളാണ് പറഞ്ഞത്. അപ്പം നമ്മൾ 7ര ശനി മാറുമ്പോൾ ആ നക്ഷത്രക്കാർക്കുണ്ടാകുന്നതും കണ്ടകശനി മാറുമ്പോൾ ആ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മളിപ്പം മനസ്സിലാക്കി. ഇനി ശനി ഗുണകരമായിട്ട് വരുന്ന ഏതാനും നക്ഷത്രക്കാരും കൂടെയുണ്ട്. ശനി 6ാം ഭാവത്തിലേക്ക് വരുന്നത് ചിത്തിര, ചോതി നക്ഷത്രങ്ങൾ കൂടെ ഉണ്ട്. അതായത് തുലാക്കൂറിൽപ്പെട്ടവർക്ക് അവർക്ക് ഗുണകരമായിട്ട് വരും. പിന്നെ ഭാഗ്യഭാവമായ 9ലേക്ക് ശനി വരുന്ന പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ കാര്യത്തിലും ഗുണകരമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്കും ഈ ജോലി ലഭ്യത, ശത്രുശല്യം കുറയുക, അവർക്ക് പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ടാകുന്നതാണ്. പിന്നെ ഈ വർഷം മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ 100% ഗുണകരമായ ഒരു നക്ഷത്രവും നമുക്ക് പറയാൻ കഴിയില്ല.
എങ്കിൽ പോലും ഈ കണ്ടകശനി മാറുമ്പോഴും ഏഴരശനി മാറുമ്പോഴും ഉണ്ടാകുന്ന ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ, നമുക്ക് മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ഒരു ഉന്മേഷം, അത് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കെല്ലാം ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. പിന്നെ നമ്മളതിൻ്റെ പരിഹാര കർമ്മങ്ങളെന്ന് പറയുന്നത് ശനി ഭഗവാന് നീരാജനം സമർപ്പിക്കുക, എള്ളുതിരി സമർപ്പിക്കുക. ശാസ്താ ക്ഷേത്രത്തിൽ ശാസ്താവിന് നീരാജനവും എള്ളുതിരിയും നെയ്വിളക്കുമൊക്കെ സമർപ്പിക്കുക. ശാസ്ത അഷ്ടോത്തരമൊക്കെ നിത്യവും ജപിക്കുക. അതൊക്കെ നല്ലതാണ്. ശനി ഭഗവാന്റെ നവഗ്രഹ സ്തോത്രങ്ങളിൽ ശനി ഭഗവാന്റെ സ്തോത്രം നിത്യവും ജപിക്കുക. അതൊക്കെ ഈ ശനിയുടെ ദോഷം പൂർണ്ണമായിട്ടും ഒഴിവാകാനും അതുപോലെ തന്നെ നമുക്ക് ഗുണഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കാനും സാധിക്കുന്നതാണ്. ശനി പ്രസാദിച്ചാൽ എന്തും ലഭിക്കും, ആഗ്രഹിക്കുന്നത് എന്തും ലഭിക്കും, അതാണ് അവസ്ഥ. വ്യാഴത്തെ സംബന്ധിച്ച് ഐശ്വര്യവും ധനവും കൊണ്ടുവരുമ്പോൾ ശനി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തുമാണ് ലഭിക്കുന്നത്. പക്ഷേ ശനി തരുമ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അതിനകത്തൊരു ആത്മീയമായ പാഠവും കൂടെ ഉൾക്കൊണ്ടായിരിക്കും അത് നമ്മളിലോട്ട് എത്തുന്നത്. പുതിയൊരു സൗഹൃദബന്ധം സ്ഥാപിക്കുമ്പോഴും സൗഹൃദബന്ധത്തിൽ എന്തൊക്കെ ഉണ്ടാകാം എന്നും കൂടെ ശനി മനസ്സിലാക്കി തരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എപ്പോഴും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കും ശനി, ഏതൊരു കാലത്തിലും. അത് ശനി ദോഷമുള്ളപ്പോഴാണെങ്കിലും ശനി ഗുണകരമായിട്ട് നിൽക്കുമ്പോഴാണെങ്കിലും നമ്മളെ എപ്പോഴും എന്തെങ്കിലും ജീവിതത്തെപ്പറ്റി മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയത ആണ്. ഒരു സന്യാസി വര്യനായ ഒരു ഗുരു നമ്മളെ എങ്ങനെയാണോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്ന അതേ രീതിയിൽ ഉദാഹരണ സഹിതം നമ്മുടെ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ എടുത്തെടുത്ത് ശനി നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ശനി മാറ്റം കൊണ്ട് ഗുണഫലങ്ങൾ കിട്ടുന്ന നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഭാവിയിലും ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ, നിങ്ങളുടെ അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കൊക്കെ ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകട്ടെ. സർവോപരി നിങ്ങൾക്ക് ജീവിതം നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.